വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് സെയിം ടൈം നമുക്ക് ഇനി അടുത്തത് ഞാൻ സ്റ്റേജിൽ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന കേരളത്തിലെ ഫസ്റ്റ് DUCD ആൻഡ് ഡെഫിനറ്റ്ലി ദ മാൻ ഓഫ് മൊമെന്റം, ദ മാൻ ഓഫ് എനർജി, ദ മാൻ ഓഫ് എക്സൈറ്റ്മെന്റ്, നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് DUCD ജ്യോതി സാറിനെ ഞാൻ ഈ ഹാർദവമായി ഈ സ്ക്രീനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു ജ്യോതി സാർ. ഓക്കെ, താങ്ക് യു സുധീഷ് ഫോർ ഇൻവൈറ്റിംഗ് മീ. എൻ്റെ വളരെ മനോഹരമായിട്ട് ഭരതേട്ടൻ സംസാരിച്ച് ഞാനൊരു സ്വപ്ന ലോകത്തിൽ പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഭരതേട്ടൻ FRUനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ആലോചിച്ചത് ഞങ്ങളുടെ FRUയിൽ നടന്ന റെക്കഗ്നേഷൻ ആയിരുന്നു. അത് സി സ്റ്റുഡിയോയിലായിരുന്നു. അതൊരു കോവിഡ് കാലഘട്ടത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിനന്തിയും ചെയ്യാൻ പോകുന്നു. ഫ്രണ്ട്സ്, ഇന്നൊരു നല്ല ദിവസമല്ലേ? സോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, നമസ്കാരം. നമുക്കറിയാം ഫ്രണ്ട്സ്, നമുക്ക് ടുഡേ ഈസ് ദ ബെസ്റ്റ് ഡേ പറയാമോ? ടുഡേ ഈസ് ദ ബെസ്റ്റ് ഡേ, ഐ ആം ദ ബെസ്റ്റ്. അത് തുടങ്ങാം. നമുക്കറിയാം ഇപ്പോൾ ഒരു ഗോ ക്രൗൺ കഴിഞ്ഞു. വിന്യൻ ടീം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. FRUനെ കുറിച്ച് ഭരതേട്ടൻ വിശദമായിട്ട് സംസാരിച്ചു. പക്ഷെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഫ്രണ്ട്സ്, ഒരു സാധാരണ ബിസിനസ് അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളിന്ന് ചെയ്യുന്ന ബിസിനസിന്റെ പുറകിൽ ഒരു എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പൊ ആ എഡ്യൂക്കേഷനാണ് നമ്മളെ എംപവർ ചെയ്യുന്നത്, നമ്മളെ പവർഫുൾ ആക്കുന്നത്. അപ്പൊ ആ എഡ്യൂക്കേഷൻ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരാൾക്ക് കിട്ടിയാൽ പോരാ. ഇന്നിപ്പോൾ നമുക്കറിയാം, ഇന്നിപ്പോൾ 300+ ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. 300+. നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്, ബെസ്റ്റ് ഡേ ആണ്. നമ്മളത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇന്ന് തന്നെ 300 ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പൊ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ പാർട്ട് മാത്രമായാൽ പോരാ, നമ്മൾ ഡിസിപ്ലിൻഡ് ആകണം. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് കണക്റ്റീവായിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള നമ്മളൊരു മെഡിറ്റേഷനിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. വലിയ സ്വപ്നങ്ങളുള്ള ആൾക്കാരാണ് ഈ പ്ലാറ്റ്ഫോമിലുള്ള 300+ ആൾക്കാരെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾക്കൊരു സിസ്റ്റമാറ്റിക് എഡ്യൂക്കേഷൻ, നമ്മുടെ അപ്ലൈൻ ആയിട്ടുള്ള SBL സാർ പറഞ്ഞ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഈ ഒരു 90 ഡേയ്സ് ആവശ്യമാണ്. എന്തിനാണ്? നമ്മളൊരു വളരെ വലിയ സക്സസ് ആണ് കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ഒരു മാസീവ് സക്സസ്. ആ മാസീവ് സക്സസിന് മാസീവ് എനർജി വേണം, ഒരു കളക്റ്റീവ്നെസ് വേണം. ഒപ്പം തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഒരു യൂണിഫോം ആയിട്ടുള്ള, ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അത്യാവശ്യം. അതുകൊണ്ടാണ് എല്ലാ ദിവസവും മോർണിംഗ് ഇനി വരുന്ന 90 ഡേയ്സ് നമ്മൾ ഒരുമിച്ചായിരിക്കും. ഇനി വരുന്ന 90 ഡേയ്സ് നമ്മുടെ കേരളത്തിലെ 25ഓളം നമ്മുടെ CEO നടക്കാൻ പോകും. ഇനി വരുന്ന ഓരോ കാലം നമ്മൾ ഒരുമിച്ചായിരിക്കും മുന്നേറുക. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് മോർണിംഗ് CEP, കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. നമുക്കറിയാം CEP ക്ലബ് നമ്മൾ മുമ്പ് കൊച്ചു ക്ലബ്ബായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, പല സ്ഥലത്തും നമ്മൾ അതിനെ ഒറ്റക്കെട്ടാക്കി മാറ്റിയിരിക്കുന്നു. ഇത് 90 ഡേയ്സ് കൊണ്ട് ഇപ്പൊ ഓരോ ദിവസവും നിങ്ങൾക്ക് ഒരാളെ, നമ്മൾ ഈ 300 പേരും ഓരോ ആളെ ആഡ് ചെയ്താൽ തന്നെ ഇത് 600 ആവും. അപ്പൊ നമുക്ക് ഈ ബിസിനസ്സിൽ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റൈറ്റ് എഡ്യൂക്കേഷൻ. ഇപ്പൊ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം അത് യൂണിഫോം ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്കറിയാം നാളെ മുതൽ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ വിന്നിൻ ടീം പറയുന്ന സിസ്റ്റം ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് കേരളത്തിലെ എമിനന്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സ്, കേരളത്തിലെ UCDമാരും ക്രൗൺസും ഡയമണ്ട്സും സെലക്റ്റീവ് ആയിട്ടുള്ള എമിനന്റ് സ്പീക്കേഴ്സ് ആണ് നാളെ മുതൽ പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്നത്. അവരെന്താണ് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത്? റൈറ്റ് ഫ്രം ഡ്രീം എക്സർസൈസ്, 10 core steps, 3 steps to crown, 13 essentials, cardinal rules. ഇതെല്ലാം നമ്മൾ പഠിക്കണം. അപ്പം ഇതൊരു സീരീസ് ആയിട്ടായിരിക്കും നടക്കാൻ പോകുന്നത് നാളെ മുതൽ. അപ്പൊ ഒരു ദിവസവും മിസ് ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി ഈ ബിസിനസ്സിൽ ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, എന്താണ് ഗ്രോത്ത് എന്ന് പറയുന്നത്? എപ്പോഴും മനസ്സിലാക്കാൻ, ഗ്രോത്ത് എപ്പോഴും ഉണ്ടാവുന്നത് ഈ ബിസിനസ്സിൽ ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോസസ്സിലൂടെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ദിവസവും പ്ലാൻ കാണിക്കാനാണ്. അപ്പൊ അവിടെ ആ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയാൽ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ എനർജി ഫ്ലോ ഉണ്ടാവത്തുള്ളൂ, നമ്മുടെ നോളജ് ഫ്ലോ ഉണ്ടാവത്തുള്ളൂ, നമ്മൾക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനു വേണ്ട ആ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇന്ന് ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടു, നാളെ മുതൽ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവിടെ കൃത്യമായിട്ടും ഈ ബിസിനസ്സിൽ ഗ്രോ ചെയ്യുന്ന ആഗ്രഹമുള്ള ഓരോ വ്യക്തിയും പങ്കെടുക്കണം. ജസ്റ്റ് ഒരു മണിക്കൂർ, ആ ഒരു മണിക്കൂർ നിങ്ങളെ വേറൊരു വ്യക്തിയാക്കി മാറ്റുന്നതാണ്. കാരണം ഈ ബിസിനസ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വേണം. അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നല്ല, ഒരാഴ്ച കൊണ്ട് സംഭവിക്കുന്നല്ല. അത്
അത് ഓരോ ദിവസവും നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രോ ചെയ്യേണ്ടിരിക്കും. അതാണ് പറഞ്ഞത്, ഗ്രോത്ത് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്. കാരണം വിന്നിംഗ് ടീമിന്റെ സിസ്റ്റത്തിന്റെ പ്രത്യേകത തന്നെ ഇതൊരു പാറ്റേൺ ആണ്. അത് ഒരു വ്യക്തിക്ക് ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ ഡ്രീം എക്സസൈസ് ചെയ്യണം, നമ്മൾ വിഷ്വലൈസ് ചെയ്യണം, അതുകൂടെ നമ്മൾ ഒരു 1-2 പേജ് ബുക്ക് വായിക്കണം, നമ്മൾ അപ്ലൈന് മറ്റുള്ളൊരു കണക്ടിവിറ്റി ഉണ്ടാകും. നോക്ക്, ഇനി മുതൽ വരുന്ന 90 ദിവസം നമ്മളൊരു കളക്റ്റീവ് ഫോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു യുണൈറ്റഡ് എഫർട്ടാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇപ്പം ഭരതേട്ടൻ സൂചിപ്പിച്ച IFRU ഫാമിലി റിയൂണിയൻ 10 വർഷമായിട്ട് കേരളത്തിൽ നടക്കാത്തൊരു പ്രോഗ്രാം ഇതാ നമ്മൾ കൊണ്ടുവരാൻ പോകും, വിന്നിംഗ് ടീം നടത്താൻ പോകുന്നു. അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ നടക്കുന്ന ഈ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ നമ്മളൊരു കളക്റ്റീവ് മാസീവ് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അവിടെ മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ അതിനു വേണ്ടി എടുക്കേണ്ട എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി. കൃത്യമായിട്ടും നിങ്ങളുടെ ടീമിലെ ഈ ബിസിനസ്സിൽ ഡ്രീം ഉള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഈ ബിസിനസ്സിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഈ ബിസിനസ്സിലൂടെ അവർക്ക് ഉയർച്ച വേണമെന്നും ഹെൽത്തും വെൽത്തും എല്ലാം വേണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ പ്ലാറ്റ്ഫോമിൽ എത്തിക്കേണ്ട റെസ്പോൺസിബിലിറ്റി, അറ്റൻഡ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങളുടേതാണ്. ഇറ്റ്സ് യുവേഴ്സ്. നിങ്ങൾ തീരുമാനമെടുക്കണം. അവരെ ചിലപ്പോൾ 1-2 തവണ വിളിക്കേണ്ടി വരും. കാരണം എന്ത് കാര്യവും നമ്മൾ ഒരു 20 തവണ ചെയ്യുമ്പോൾ അത് ഹാബിറ്റായി മാറും. അപ്പൊ അവിടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവരെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരോടൊപ്പമുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കും. ഉറപ്പായിട്ട് എനിക്കറിയാൻ സാധിക്കും. മേ ബി ഫ്രണ്ട്സ് 90 ഡേയ്സ് പോലും വേണ്ട, മേ ബി 1 മന്ത് കൊണ്ട് ഇത് 1000 ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടാവും. അത്രമാത്രം പവർഫുൾ ആണ് വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം. അപ്പൊ അവിടെ നമ്മൾ എടുക്കേണ്ട റെസ്പോൺസിബിലിറ്റിയാണ് മാക്സിമം ആൾക്കാരെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുപ്പിക്കുക. ഇതിന്റെ ഇമ്പോർട്ടൻസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്തിനാണ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം? ഫ്രണ്ട്സ് നോക്കൂ, എന്ത് നമ്മൾ